ഹായ് ഗൈസ്, അപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഒരു സാൻഡിസ്കിൻ്റെ 64 GB ഫ്ലാഷ് ഡ്രൈവ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഇന്ന് ലഭിച്ചത്. അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് അഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ MRP വന്നിട്ട് 1100 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ MRP വന്നിട്ട് 1100 രൂപയാണ്. അപ്പം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ 416 രൂപയ്ക്കാണ് ഇത് മേടിച്ചിരിക്കുന്നത് കേട്ടോ. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ 4 GB ഒരു ഫ്ലാഷ് ഡ്രൈവിന് തന്നെ ആകും 400-500 രൂപ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയ സ്റ്റോറേജ് നമുക്ക് കുറഞ്ഞ ചിലവിൽ കരസ്ഥമാക്കാൻ പറ്റുമെന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം ഇത് USB 2.0 ആണ് കേട്ടോ. 3.0 അല്ല, 2.0 ആണ്. 3.0ക്ക് കുറച്ച് വില കൂടുതലാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സ്പീഡ് 3.0യേക്കാളും കുറച്ച് കുറവായിരിക്കും. പക്ഷേ നമുക്ക് കൂടുതൽ സ്റ്റോറേജ് കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് നിങ്ങൾ ബഡ്ജറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമാണ് ഇതിനകത്തൂടെ വരുന്നത് കേട്ടോ. ഒരു ഫ്ലാഷ് ഡ്രൈവ് മാത്രമാണ് വരുന്നത്. ഗൈസ്, ഇത് ഇങ്ങനെ തന്നെ കീറുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ ഗൈസ്, ഇതാണ് കണ്ടല്ലേ. ഓക്കെ, 64 GB ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പം കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പെൻഡ്രൈവ് മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇത് 64 GB ഉണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ വളരെ വിലക്കുറവാണ് ഇതിന് കേട്ടോ. മാത്രമല്ല, ഒരു പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി പൈസ ഉണ്ടെങ്കിൽ ഒരു 700 രൂപയുടെ അടുത്തൊക്കെ ചിലവാക്കാൻ ഉണ്ടെങ്കിൽ 128 GB വരെ ഇപ്പോൾ സ്വന്തമാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു കാര്യം. ഒരു കാലത്ത് 700 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 32 GB വരെ കിട്ടത്തുള്ളായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ഇത്രയും വലിയ സ്റ്റോറേജ് കിട്ടുമെന്നുള്ളതാണ് വലിയൊരു കാര്യം. ഓക്കെ, പിന്നെ വേറെ ഒന്നും പറയാനില്ല ഗൈസ്. ഇപ്പം ഇത്രയേ ഉള്ളൂ. ഇതാണ് സാധനം. ഇതിപ്പോൾ മാനുഫാക്ചർ ചെയ്തേക്കുന്നത് വെസ്റ്റേൺ ഡിജിറ്റൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, ഇപ്പോൾ വെസ്റ്റേൺ ഡിജിറ്റൽ ഇഷ്ടംപോലെ സ്റ്റോറേജുകൾ, അതായത് ഹാർഡ് ഡിസ്കുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഓക്കെ, തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.